നിങ്ങളിൽ ചിലർ ജീവിതത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് കടന്നുപോയാലും നിങ്ങൾ മാത്രമല്ല അതിലൂടെ കടന്നുപോകുന്നത്. അതാണ് ജീവിതം മനുഷ്യ. ഇറ്റ്സ് ജസ്റ്റ് ലൈഫ്. നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു. വി ഡു വാട്ട് വി ക്യാൻ. നമ്മൾക്ക് കഴിയുന്നത്ര മികച്ച രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പക്ഷേ ചിലതൊക്കെ ഇപ്പോഴും സംഭവിക്കുന്നു. കാര്യങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്, ശരിയല്ലേ? അത് നിങ്ങളെ ദുഷ്ടനോ ചീത്തയോ ആക്കണമെന്നില്ല. നിങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നു, നിങ്ങൾ അതിൽ നിന്ന് വളരുന്നു, നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് വെറുതെ കിടന്ന് മരിക്കാൻ കഴിയില്ല. നല്ല സമയങ്ങളിൽ നിങ്ങൾക്കും എനിക്കും പഠിക്കാൻ കഴിയാത്ത ചില പാഠങ്ങളുണ്ട്. അത് പ്രയാസകരമായ സമയങ്ങളിൽ മാത്രമേ നമ്മൾ പഠിക്കൂ. അതിനാൽ ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ അനുവദിക്കുന്നു. ചിലപ്പോൾ ദൈവം വെറുക്കുന്ന കാര്യങ്ങളിലൂടെ അവൻ ഇഷ്ടപ്പെടുന്നത് നേടാൻ അനുവദിക്കുന്നു. നമ്മെ കൊല്ലാത്തത് നമ്മെ ശക്തരാക്കും എന്ന പഴയ ചൊല്ല് നിങ്ങൾക്കറിയാമോ? നമ്മൾ കടന്നു പോകുന്ന കാര്യങ്ങൾ നമ്മെ രൂപപ്പെടുത്തുകയും സ്വഭാവം വികസിപ്പിക്കുകയും ചെയ്യും. തീ നമ്മെ പരിഷ്കരിക്കും. നമ്മുടെ ജീവിതത്തിൽ വളരാൻ അത് നമ്മളെ ശക്തരാക്കും. ദൈവം നിങ്ങളെക്കുറിച്ച് കരുതുന്നുണ്ട്. ഈ ജീവിതം വിലമതിക്കുന്നുണ്ടോ? എല്ലാ വേദനയ്ക്കും എല്ലാ പോരാട്ടത്തിനും ഇത് വിലമതിക്കുന്നുണ്ടോ? ഞാനിവിടെ ആയിരിക്കുന്നതിന് ഒരു കാരണമുണ്ടോ? നിങ്ങൾ എവിടെയായിരുന്നാലും അതിൽ ഉറച്ചു നിൽക്കുക. മാറ്റം ഉടൻ വരും. നിങ്ങൾ വലിയ നഷ്ടത്തിൻ്റെ ഒരു കാലഘട്ടത്തിലായിരിക്കാം. മനുഷ്യ, അടിസ്ഥാനം ഉപേക്ഷിച്ചു പോയതും ജീവിതം ശരിക്കും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു കാലഘട്ടത്തിലായിരിക്കാം നിങ്ങൾ. അതിലേക്ക് അതെ, അതങ്ങനെയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. സാധാരണയായി അത് പ്രശ്നമല്ല. ഞാൻ വളരെ ക്ഷീണിതനാണ് എന്നതാണ് പ്രശ്നം. അത് എളുപ്പമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല ദിവസങ്ങളും മോശം ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്കെല്ലാവർക്കും ഇതറിയാം. ശരിക്കും ബുദ്ധിമുട്ടുള്ളതും അല്ലാത്തതുമായ ഋതുക്കൾ ഉണ്ട്. പക്ഷേ ആ എളുപ്പമുള്ള ഋതുക്കൾ വരാൻ എനിക്ക് കാത്തിരിക്കാനാവില്ല. ജീവിതം എളുപ്പമാകുന്നതുവരെ എനിക്ക് കാത്തിരിക്കാനാവില്ല. വാസ്തവത്തിൽ ജീവിതം ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ അത് അംഗീകരിക്കുക. അതെ, അത് എളുപ്പമല്ല. എളുപ്പത്തിനായി എനിക്ക് കാത്തിരിക്കാനാവില്ല. ഒരു ബാസ്കറ്റ്ബോൾ കോച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അവൾ തൻ്റെ കായിക താരങ്ങളോട് ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. അവൾ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ എളുപ്പത്തിനായി കാത്തിരിക്കുകയാണ്. അവൾ പറഞ്ഞു, ഈ പുതുവർഷത്തിന് ശേഷം എല്ലാം എളുപ്പമാകുമെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ അടുത്ത വർഷത്തിന് ശേഷം എല്ലാം എളുപ്പമാകും. എനിക്ക് ഡിഗ്രി ലഭിക്കുമ്പോൾ എല്ലാം എളുപ്പമാകും. എനിക്കെൻ്റെ ജോലി കിട്ടുമ്പോൾ അത് എളുപ്പമാകും. അവൾ തൻ്റെ കായിക താരങ്ങളെ ഈ ഉൾക്കാഴ്ചയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ജീവിതം എളുപ്പമാകാത്തതിനാൽ ജീവിതം എളുപ്പമാകുന്നത് വരെ നിങ്ങൾക്ക് കാത്തിരിക്കാനാവില്ല. നിങ്ങൾ കൂടുതൽ ശക്തരാകുന്നു. കാരണം ജീവിതം ബുദ്ധിമുട്ടാണ്. എന്നാൽ അതേസമയം ദൈവം അതിലുണ്ട്. യാഥാർത്ഥ്യം എന്തെന്നാൽ നമ്മിൽ ഓരോരുത്തർക്കും എല്ലാ ദിവസവും നല്ല ദിവസങ്ങളിൽ പോലും യേശുവിനെ വഹിക്കാനും പിന്തുടരാനും നമ്മെ ക്ഷണിച്ചിരിക്കുന്ന ഒരു കുരിശുണ്ട്. എന്നാൽ നമ്മൾ ആ കുരിശ് മാത്രം വഹിക്കുന്നില്ല. ജീവിതം ബുദ്ധിമുട്ടാണ്. എളുപ്പമായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കരുത്. പകരം, ശരി ദൈവമേ, ജീവിതം ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ കഴിയുക. ദൈവം പറയുന്നു, എനിക്കറിയാം, ഞാനിവിടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് എളുപ്പമായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നത് നിർത്തുക. ജീവിതം എളുപ്പമാകുന്നതുവരെ കാത്തിരിക്കുന്നത് നിർത്തുക. അങ്ങനെയല്ല, അങ്ങനെയാകില്ല. ജീവിതം ബുദ്ധിമുട്ടാണ്. പക്ഷെ നീ ഒറ്റയ്ക്കല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ബുദ്ധിമുട്ടിൽ നിനക്കുള്ളതെല്ലാം അവൻ എടുക്കാൻ കഴിയും. നിന്റെ ബലഹീനത പോലും എടുക്കുവാൻ കഴിയും. നിന്റെ ഹൃദയത്തെ തകർക്കുന്നതും നിന്റെ ആത്മാവിനെ തകർക്കുന്നതും പോലും അവനുള്ളതെല്ലാം അവൻ എടുക്കാൻ കഴിയും. നിന്നെ അവനെപ്പോലെയാക്കാൻ അവന് അത് ഉപയോഗിക്കാം. നമ്മുടെ ബുദ്ധിമുട്ടിനിടയിൽ ജീവിതം കഠിനമാകുമ്പോൾ നമ്മൾ പറയുന്നു, ദൈവമേ, ഇനി എനിക്ക് കഴിയില്ല. നിനക്ക് കഴിയും. ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കുക. അവനുണ്ട്. കാരണം നമ്മൾ എന്ത് നേരിട്ടാലും ദൈവം നമ്മോടൊപ്പമുണ്ട്. എത്ര ബുദ്ധിമുട്ടായി തോന്നിയാലും ദൈവം നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് എളുപ്പവഴിയാണ് വേണ്ടത്. പക്ഷെ ദൈവം പറയുന്നു, തന്നോടൊപ്പം എളുപ്പവഴിയില്ല. നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം ഒരുപക്ഷെ പ്രാധാന്യമില്ലാത്തതാണ്. നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അതിനേക്കാൾ പ്രധാനം. അത് നിങ്ങളുടെ മുഴുവൻ ജീവിതാനുഭവത്തെയും നിർണ്ണയിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു ജ്ഞാനം എന്ന് വിളിക്കാം. ഈ ചെറിയ ജ്ഞാനം പോലും നിങ്ങളത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിച്ചാൽ എല്ലാം മാറ്റിമറിയും. സമ്മർദ്ദത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് കാണുന്നതുവരെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ആഴം നമുക്കറിയാൻ കഴിയില്ല. ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. 40, 50, 60 വർഷങ്ങളായി വിവാഹിതരായ പ്രായമായ ആളുകളോട് ഞാൻ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഒരേ കാര്യമാണ് പറയുന്നത്. അത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പിന്മാറിയില്ല. ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായി തുടർന്നു. എനിക്കറിയാവുന്നത് ഇത്ര മാത്രമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതെല്ലായ്പ്പോഴും എളുപ്പമല്ല. പക്ഷെ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരായി തുടരുകയാണെങ്കിൽ അതെല്ലായ്പ്പോഴും വിലമതിക്കും.
ദൈവം നല്ലവനാണ്. കാര്യങ്ങൾ നന്നായി പോകുമ്പോൾ ദൈവം നല്ലവനാണ്. കാര്യങ്ങൾ മോശമാകുമ്പോഴും ദൈവം അപ്പോഴും നല്ലവനാണ്. നിങ്ങൾ ദുഷ്കരമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എല്ലായ്പ്പോഴും നല്ലവനാണ്. സുഹൃത്തുക്കളെ, നാം എല്ലാവരും ദുഷ്കരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്നു. ചോദ്യം ഇതാണ്: നിങ്ങൾ അവയിൽ വളരുകയാണോ? നിങ്ങൾ കുറച്ചുകൂടി കഠിനനാകുകയാണോ? നിങ്ങൾ കുറച്ചുകൂടി ശക്തനാകുകയാണോ? നിങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാകുകയാണോ? ഇത് വളരാനുള്ള ഒരു അവസരമാണ്. ഇത് പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഇതൊരു അവസരമാണ്. കാരണം നിങ്ങൾ ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ പോകുന്നു. നിങ്ങൾ അവ എങ്ങനെ കടന്നു പോകുന്നു എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ജീവിതം കഠിനമാണ്. ഞാനത് വീണ്ടും വ്യാഖ്യാനിക്കട്ടെ. ജീവിതം ശരിക്കും കഠിനമാണ്. ഓരോരുത്തരും ഈ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന ഉയർച്ച താഴ്ചകളും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളുമുണ്ട്. അത് കഠിനമാണ്. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കില്ല എന്ന കഠിനമായ യാഥാർത്ഥ്യവുമായാണ് നമ്മൾ എല്ലാ ദിവസവും ഉണരുന്നത്. എല്ലാം നല്ലതായിരിക്കുമ്പോൾ നമ്മളിൽ പലരും ധൈര്യശാലികളാണ്. എല്ലാം മോശമാകുമ്പോഴോ നിങ്ങൾ എങ്ങനെ ഇരിക്കും? എല്ലാം തകരുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കും? നിങ്ങളുടെ പദ്ധതി പ്രകാരം ഒന്നും നടക്കാത്തപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾക്കപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിലൂടെ നിശ്ചയമായും കടന്നു പോകും. മറുവശത്ത് നിങ്ങൾ കൂടുതൽ മികച്ചവരാകും. മറുവശത്ത് നിങ്ങൾ കൂടുതൽ ശക്തരാകും. അതുകൊണ്ട് പിന്മാറരുത്. ഇന്ന് നമുക്കെല്ലാവർക്കുമുള്ള പ്രതീക്ഷയും അതാണ്. നിങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എപ്പോഴും തുടരില്ല. തയ്യാറാകൂ. കാരണം അടുത്ത സീസൺ നിങ്ങളുടെ ഏറ്റവും മികച്ചതായിരിക്കും.